ഫ്ലാഷ്ബാക്ക്. It was at this moment that he knew he fucked up. ചെവിയും കട്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല. ഹലോ ഗൈസ്, ഇന്നിപ്പോൾ എന്ത് കണ്ടന്റ് ചെയ്യാം എന്നാലോചിച്ചപ്പോഴാണ് ഐറ്റിക്ക് അവനെ റാബിസ് വാക്സിൻ എടുത്തിട്ടില്ല. എന്തായാലും അവൻ കാരണം നമ്മൾ കുറച്ച് വാക്സിൻ എടുക്കേണ്ടി. സോ ടുഡേ വി ആർ ഗോയിങ് ടു ടേക്ക് എ വാക്സിൻ ഫോർ മൈ ഡോഗ്. രാവിലത്തെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ നടക്കാനൊക്കെ കൊണ്ടുപോയി. പിന്നെ ഇങ്ങനെ കാമാക്കി നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് അടങ്ങി വന്നപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് റാബിസ് വാക്സിൻ എടുക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. സോ നൈസായിട്ട് അവനെ അങ്ങ് കൊണ്ടുപോകണം. പക്ഷെ അവൻ്റെ വികൃതി അറിയാലോ. സോ അവനെ ഒന്ന് കാമാക്കി നിർത്താമെന്ന് കരുതി. പിന്നെ നൈസായി നമ്മൾ ഡോക്ടറെ വിളിച്ച് ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ഒരു മണിക്കൂറിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. പിന്നെ അവനിങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടക്കും. വികൃതിയൊക്കെ ഒരു പൊടിക്ക് അടങ്ങി വന്നു എന്ന് തോന്നുന്നു. നമുക്ക് കുട്ടു വാക്സിൻ എടുക്കാൻ പോവാം. നമുക്ക് സോ ഇതാണ് നമ്മുടെ ബ്രൈറ്റിയുടെ വാക്സിൻ കാർഡ്. ആക്ച്വലി ഇതിന് മുന്നേ ഉള്ള 2 ഡോസ് വാക്സിൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. നേരത്തെ നമ്മൾ എടുത്ത വാക്സിൻസും അതിൻ്റെ ബൂസ്റ്ററും DHPPIയും പിന്നെ ലെപ്റ്റോസ്പിറോസിസിൻ്റെയും വാക്സിൻസ് ആയിരുന്നു. സോ ഇനി നമുക്ക് റാബിസ് വാക്സിനേഷൻ ആണ്. പിന്നെ ഓട്ടോ കയറി ഇരുന്നപ്പോൾ ആളൊന്ന് അടങ്ങി. മൊത്തത്തിൽ വണ്ടിയൊക്കെ അവന് ചെറിയൊരു പേടിയാണ്. സോ അങ്ങനെ അടങ്ങി കുറേ നേരം അങ്ങനെ കാലിൻ്റെ അടിയിൽ തന്നെ ഇരുന്നു. പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് അവത്താനെ പോലെ. പിന്നെ നമുക്ക് പോയ വീഡിയോന് ശേഷം കുറേ എൻക്വയറീസ് വന്നായിരുന്നു. അതായത് ഏതാണ് ഡോഗ്, ബ്രീഡ് ഏതാണ്, എത്ര മാസമായി എന്നുള്ളതൊക്കെ. ബ്രൈറ്റി ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഡോഗാണ്. ഇവരിപ്പോൾ 4 മാസമായി. പിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ പാടം എല്ലാം കണ്ട് അങ്ങനെ നമ്മൾ ഓട്ടോയിൽ അങ്ങനെ പോയി. കുറച്ച് വികൃതിയൊക്കെ ഇടയ്ക്ക് ഒപ്പിച്ചു. ആ വഴി ചാടാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൺട്രോൾ ചെയ്ത് അങ്ങനെ നിർത്തി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവന് മനസ്സിലായി എന്തായാലും ആശുപത്രിയിലോട്ടാ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി കൊണ്ടുപോകാന്ന്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പിന്നെ നമ്മൾ അവിടെ എത്തി, ഡോക്ടറെ കണ്ടു. അതിനുശേഷം വാക്സിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്തു. വാക്സിൻ ആക്ച്വലി ഫ്രീ ആണ്. എന്ത് വില ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. രക്ഷാരാബാണ് നമ്മൾ ചെയ്ത വാക്സിൻ. ഇത് ആക്ച്വലി ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ എമൗണ്ട് ഒന്നുമില്ല. ഫ്രീ വാക്സിനേഷനാണ് എല്ലാ പെറ്റ്സിനും. അങ്ങനെ സക്സസ്ഫുള്ളി അവനൊരു കുത്തി കിട്ടി. എല്ലാത്തിനും കാണിച്ചു തരാം. ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. ഇവൻ വൻ വികൃതിയായിരുന്നു. ആദ്യം അവിടെ എത്തിയപ്പോൾ തന്നെ പേടിച്ച് മൂത്രമൊക്കെ ഒഴിച്ചു. പിന്നെ ഇവൻ്റെ വായെല്ലാം അടച്ചു പിടിച്ചിട്ടാണ് ഡോക്ടറിനൊക്കെയോ വന്ന് അവന് ഒന്ന് വാക്സിൻ എടുത്ത് കൊടുത്തു. വികൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര വികൃതി. അതിൻ്റെ ഇടയിൽ കൂടി കടിക്കാൻ വരുന്നു, കുരയ്ക്കുന്നു. അമ്മോ ഭയങ്കര ഉണ്ടായിരുന്നു. പിന്നെ വീടെത്തിയപ്പോഴേക്കും സമാധി